Hello everyone. JEE Mains, JEE Advanced തുടങ്ങിയ അഖിലേന്ത്യാ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ശ്രീഹരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ശ്രീഹരിയുടെ ഇത്രയും നല്ല വിജയത്തിന്റെ രഹസ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രീഹരിയോടും ശ്രീഹരിയുടെ പാരന്റ്സിനോടും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ശ്രീഹരി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തേവലിൽ നിന്നാണ് വരുന്നത്. ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ പലരുടെയും ഒരു ഡൗട്ട് ആയിരിക്കും, JEE പോലെയുള്ള ഇത്രയും വലിയൊരു എക്സാം ഓൺലൈൻ ആയിട്ട് പഠിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനുള്ള ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീഹരി. അപ്പോ എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഓക്കെ. അപ്പോൾ ഓൺലൈൻ ആയിട്ടായിരുന്നു പഠിച്ച സമയത്ത് എന്തെങ്കിലും ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നോ? ഇത്രയും വലിയൊരു എക്സാം ആണ്, ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, എനിക്കുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ ബ്രില്യൻ്റ് ക്ലാസ്സസും പിന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കോൺസെപ്റ്റ്സ് സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റ് ഞാൻ മിക്കതും എഴുതുമായിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെ ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സർ പേരെന്താണ്? രഞ്ജിത്ത് എന്നാണ് എൻ്റെ പേര്. എന്ത് ചെയ്യുന്നു? ഞാൻ എറണാകുളം ബേസ്ഡ് ആയിട്ട് ബിസിനസ് ആണ്. ഓക്കെ. അപ്പൊ ശ്രീഹരി ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കി ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എന്താണ് ആസ് എ പാരന്റ് എന്താണ് ഇപ്പൊ തോന്നുന്നത്? We are all very happy. He is happy. All of us very happy. Okay. മാമിന്റെ പേര്? എൻ്റെ പേര് റീന. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ശ്രീഹരിയുടെ ഈ ഒരു വിജയത്തിൽ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാണ്. അവൻ കൊച്ചിലെ തൊട്ട് നല്ലപോലെ വർക്ക് ചെയ്യുമായിരുന്നു. അവൻ വർക്ക് ചെയ്തതിൻ്റെ ഫലം അവന് കിട്ടി. ഇനിയത് പിന്നെ അതുപോലെ തന്നെ ബ്രില്യൻറ്റിനോട് വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ മോളും ബ്രില്യൻറ്റിൽ തന്നെയാണ് പഠിച്ചത്. മോളിപ്പോൾ മെഡിസിന് പഠിക്കുന്നു, ഫൈനൽ ഇയർ. മോൾ ഏത് ഇയറിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ? മോള് 2020 ബാച്ചാണ് MBBS കയറിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രില്യൻറ്റുമായിട്ട് വളരെ 10 വർഷത്തെ ഒരു ബന്ധമുണ്ട്. പിന്നെ മോന് 6th സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ തേവര ബ്രില്യൻറ്റിൽ ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 11th ഫൗണ്ടേഷൻ കോഴ്സ്. അത് കഴിഞ്ഞ് 11th പിന്നെ പാലാ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓൺലൈൻ ക്ലാസ്സിൽ കയറി. പക്ഷെ എന്തായാലും ആ ഒരു തീരുമാനവും തെറ്റിയിട്ടില്ല എന്നാണ് ശ്രീഹരി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതെ. അതുപോലെ ആ ലാസ്റ്റ് 3 monthsലെ മോക്ക് ടെസ്റ്റ് വളരെ ഉപകാരപ്പെട്ടു. അതും പിന്നെ അതുകൂടാതെ അന്ന് വൈകുന്നേരം തന്നെ സാറുമാരുടെ അനാലിസിസ് ഉണ്ട്, പാരൻസിൻ്റെ മീറ്റിംഗ്. അപ്പോൾ അത് അന്നത്തെ മാർക്ക് കുറഞ്ഞാലും നമുക്ക് അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. സാറുമാർ പറയും ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് അത്രയും ടഫായതുകൊണ്ടാണ്. പിന്നെ ആ മോക്ക് ടെസ്റ്റുകൾ അത്രയും ടഫായിട്ട് നടത്തിയത് കൊണ്ട് ഈ പ്രാവശ്യത്തെ JEE അഡ്വാൻസ് ടഫായിരുന്നു. പക്ഷെ അത് അവന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പല കുട്ടികൾക്കും വന്നിട്ട് ആ ഒരു ഇതിൽ അവർക്ക് ആകെ ഒരു ടെൻഷനായിപ്പോയി. പക്ഷെ അതിന് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. താങ്ക്സ് ഫോർ ബ്രില്യൻറ്റ് വെരി മച്ച്. അപ്പൊ ശ്രീഹരി ഇത്രയും വലിയ ഒരു വിജയത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുക എന്തായിരുന്നു ശ്രീഹരിയുടെ ആ ഒരു പഠന രീതി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയെ കുറിച്ച് ഒന്ന് സംസാരിക്കുമോ? എന്നും എന്തായാലും ഒരു 10 hours കൂടുതൽ പഠിക്കാൻ നോക്കണം. അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. പിന്നെ ഹാർഡ് വർക്ക് ഇട്ടാലേ കാര്യമുള്ളൂ. മര്യാദയ്ക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതണം, പിന്നെ മടി പിടിക്കരുത്, അതാണ് മെയിൻ കാര്യം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതാണ് നമ്മളെ സബ്ജക്റ്റുകൾ വരുന്നത് അല്ലേ? അപ്പോൾ ഏതായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്ട്, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഒക്കെ ഏതായിരുന്നു? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാത്സ് ആയിരുന്നു. ഫിസിക്സ് എനിക്ക് കൂടുതൽ ടഫായിട്ട് തോന്നുമായിരുന്നു. എന്നാലും കെമിസ്ട്രീനേക്കാളും ഇഷ്ടം ഫിസിക്സ് ആയിരുന്നു. ചെയ്യാൻ കൂടുതൽ രസമായിരുന്നു. ഓക്കെ. നമ്മളുടെ എക്സാമിന്റെ ടൈമിൽ ഏതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിച്ച ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്? ഫിസിക്സും മാത്സും പാടായിരുന്നു. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം അഡ്വാൻസ്ഡ് എത്ര ആണെങ്കിലും ഫിസിക്സും മാത്സും ഒരു പാടായിട്ട് എടുത്തുള്ളൂ. എന്നാലും അത് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. അപ്പോൾ വലിയൊരു സ്വപ്നത്തിലേക്കുള്ള വാതിലാണ് ഇപ്പൊ തുറന്നു കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്താണ് നെക്സ്റ്റ് പ്ലാൻ? അപ്പൊ IIT പോകുമ്പോൾ മെക്കാനിക്കൽ എനിക്ക് കിട്ടി. സോ അപ്പൊ ഇനി അങ്ങോട്ടായിരിക്കും പോകുന്നത്. അത് തന്നെയായിരുന്നു ഡ്രീം ക്യാമ്പസ്, അതുപോലെ ഡ്രീം ചെയ്തിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നോ? IIT ബോംബെയായിരുന്നു എപ്പോഴും എൻ്റെ ഉള്ള ഒരു ഡ്രീം. പിന്നെ ഞാൻ അഡ്വാൻസ്ഡ് കഴിഞ്ഞിട്ടാണ് ശരിക്കും റിസർച്ച് ചെയ്തത് ഏത് ബ്രാഞ്ചാണ് എനിക്ക് താല്പര്യമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മെക്കാനിക്കൽ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മെക്കാനിക്കൽ ആദ്യം വെച്ചു. കാരണം എനിക്ക് അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച സബ്ജക്റ്റ് തന്നെ
കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ ഇതേപോലെ തന്നെ ഇപ്പോൾ ശ്രീഹരി ഇവിടെ നിൽക്കുന്ന പോലെ നെക്സ്റ്റ് ഇയർ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അവരോടായിട്ട് എന്താണ് ശ്രീഹരിക്ക് പറയാനുള്ളത്? 11th 12th സീരിയസ് ആയിട്ട് പഠിക്കണം, അതാണ് മെയിൻലി പറയാനുള്ളത്. പിന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കണം. പിന്നെ JEE അഡ്വാൻസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. പിന്നെ മെയിൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യില്ലെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് മെയിൻസിലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്ക് കുറവായിരുന്നു. എന്നാലും ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതാൻ പോയില്ല. കാരണം എൻ്റെ ടാർഗറ്റ് അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പം മെയിൻസ് ഒന്ന് ക്വാളിഫൈ ആവണം, അത്ര ആലോചിച്ചാൽ മതി. അഡ്വാൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ IIT ആണ് ടാർഗറ്റെങ്കിൽ എനിക്കറിയാവുന്ന ചിലവർ മെയിൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ലോണം ചെയ്ത് സെക്കൻഡ് അറ്റംപ്റ്റ് ചുമ്മാ എഴുതി, പിന്നെ അഡ്വാൻസിൽ കുറഞ്ഞു. അപ്പോൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് എഴുതി കഴിയുമ്പോഴത്തേക്ക് ടെസ്റ്റ് അനലിസ്റ്റിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ സാറുമാരെല്ലാം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാ ടെസ്റ്റ് സീരീസ് എഴുതി കഴിയുമ്പോഴത്തേക്കും അന്ന് രാത്രി വീഡിയോ കണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. ബ്രില്ലിൻ്റെ വീഡിയോസിലും സാറുമാരെല്ലാം നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. സിൻസിയറായിട്ട് പഠിക്കുമെങ്കിൽ ബ്രില്യൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഭാവിയിൽ ഇതേപോലെ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.